കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നായിക നടിമാരുടെ അഭിനയ ജീവിതത്തിന് കർട്ടൻ വീഴുന്ന സ്ഥിതിയായിരുന്നു. പിന്നീട് അവർ സിനിമയിലേക്ക് തിരികെ വരില്ല. ഭർത്താവും കുട്ടികളും കുടുംബവുമായി ഒതുങ്ങും. വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ പോകുന്നത് ഉത്തമയായ സ്ത്രീകൾക്ക് ചേർന്നതല്ലെന്ന ചിന്ത ഒരു സമയം വരെ സമൂഹത്തിൽ നിലനിന്നിരുന്നുവെന്നതും പല നടിമാരും അവരുടെ കരിയർ പാതിയിൽ ഉപേക്ഷിക്കാൻ കാരണമായിട്ടുണ്ട്. 90കളിലും 2000ത്തിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടിമാരിൽ വിവാഹശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയ 2 പേർ മഞ്ജു വാര്യരും നവ്യ നായരുമാണ്. മഞ്ജു വിവാഹമോചനത്തിന് ശേഷമാണ് അഭിനയം തൊഴിലാക്കി മാറ്റിയത്. നവ്യ മകൻ പ്രാപ്തിയായ ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത്. നടി പാർവതി ജയറാം, സംയുക്ത വർമ്മ, ആനി തുടങ്ങിയവരുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാമെന്നാണ് ഇവരെല്ലാം തീരുമാനിച്ചത്. ആരുടെയും നിർബന്ധമല്ലെന്നും സ്വയം തീരുമാനിച്ചതാണെന്നും പിന്നീട് ഈ നായികമാരെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. 24കളുടെ തുടക്കത്തിലായിരുന്നു നവ്യ നായരുടെ വിവാഹം. മുംബൈയിൽ സെറ്റിൽഡായ മലയാളിയും ബിസിനസ്സുകാരനുമായ സന്തോഷ് മേനോനാണ് നവ്യയെ താലി ചാർത്തി സ്വന്തമാക്കിയത്. അന്ന് നവ്യ മലയാളത്തിൽ നായിക നടിയായി തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. തമിഴിൽ നിന്നും നിരവധി അവസരങ്ങൾ ആ സമയത്ത് നവ്യയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. വിവാഹിതയാകാതെ 2-3 വർഷം കൂടി സിനിമയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഭാവനയെപ്പോലെ തമിഴിൽ ശോഭിക്കാൻ നവ്യയ്ക്കും സാധിക്കുമായിരുന്നു. 2010-ലായിരുന്നു നവ്യയുടെയും സന്തോഷിൻ്റെയും വിവാഹം. വീട്ടുകാരാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. വിവാഹിതയാകുമ്പോൾ നവ്യയ്ക്ക് 24-ഉം സന്തോഷിന് 34-ഉമായിരുന്നു വയസ്സ്. സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്ന് അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു. ജീവവായുവായ നൃത്തവും നവ്യ വിവാഹത്തിന് ശേഷം തുടർന്നിരുന്നു. 2ാം വരവിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ്. നായികയായി തിളങ്ങി നിന്നിരുന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം നടിക്ക് ആരാധകരുണ്ടായിരുന്നു. പക്ഷേ പ്രണയിക്കില്ലെന്ന നവ്യ മാതാപിതാക്കൾക്ക് വാക്ക് കൊടുത്തിരുന്നു. പ്രണയിക്കില്ല, പഠനം മുടക്കില്ല, ഫോൺ ചോദിക്കില്ല എന്നീ 3 കാര്യങ്ങളിൽ താൻ ഉറപ്പു നൽകിയ ശേഷമാണ് മാതാപിതാക്കൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിച്ചതെന്ന് നവ്യ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ നായിക റോളിൽ സജീവമായിരുന്ന കാലത്ത് നവ്യയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ആവാത്തതിൽ വീട്ടുകാർ കണ്ടെത്തിയ വരനെ നടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഏത് താരത്തോടായിരുന്നു പ്രണയമെന്നത് നവ്യ വെളിപ്പെടുത്തിയിട്ടില്ല. കുറച്ചു നാളുകളായി നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷിനെ കാണാതായതോടെയാണ് താരത്തിൻ്റെ ദാമ്പത്യം ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയായത്. മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരികെ എത്തിയ നവ്യ ഡാൻസ് സ്കൂളും പ്രോഗ്രാമുകളും യൂട്യൂബ് ചാനലും യാത്രകളും എല്ലാമായി തിരക്കിലാണ്. ഏകമകൻ സായിയെയും കേരളത്തിലാണ് നവ്യ പഠിപ്പിക്കുന്നത്. ഭർത്താവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും നവ്യ പ്രതികരിക്കാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള സംശയം ആരാധകർക്കുണ്ടായത്. അമ്മയുടെ സിനിമാ ജീവിതത്തിന് എല്ലാ പിന്തുണയും സായി നൽകുന്നുണ്ട്. ഇത്തവണത്തെ നവ്യയുടെ വിഷുവും മാതാപിതാക്കൾക്കും സഹോദരനും മകനുമൊപ്പമായിരുന്നു. 39-കാരിയായ നവ്യയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ ജാനകി ജാനയാണ്.